നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ബൈഡന്റെ വെടിനിർത്തൽ അഭ്യർത്ഥനയും തള്ളി ഇസ്രായേൽ ഗസയിൽ തീമഴ പെയ്യ്ക്കുന്നത് തുടരുകയാണ്. ഹമാസിനെ തകർക്കും വരെ ഗസയിലെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ വെടിനിർത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കവെയാണ് ഇസ്രായേൽ പിന്നോട്ടില്ല എന്ന നിലപാട് കൈക്കൊള്ളുന്നത്. ഗസയിൽ ഇപ്പോഴും തലങ്ങും വിലങ്ങും ബോംബുകൾ വർഷിക്കുന്ന അവസ്ഥയാണുള്ളത്. അഭയാർത്ഥികൾ തിങ്ങിനിറഞ്ഞ റഫയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 2 വീടുകൾ തകർന്നു. 20 പേർ കൊല്ലപ്പെട്ടു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനീൻ നഗരത്തിൽ ഇസ്രായേൽ സേനയുടെ വെടിവെപ്പിൽ 11 പേരും കൊല്ലപ്പെട്ടു. അതേസമയം യുദ്ധം നരകമാക്കിയ നഗരത്തിൽ പട്ടിണിയും പിടിമുറുക്കി. ഗസയിൽ ദുരിതാശ്വാസ വിതരണം അസാധ്യമായതായി UN പാലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു. 2-3 ദിവസമായി ഒന്നും കഴിക്കാത്തവരാണ് ഏറെയും. ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കളായി എത്തുന്ന ട്രക്കുകൾ തെരുവിൽ തടയുന്ന ജനക്കൂട്ടം അവിടെ വെച്ച് തന്നെ ഭക്ഷണം തിന്നു തീർക്കുന്ന സ്ഥിതിയാണെന്ന് UNRWA തലവൻ ഫിലിപ്പ് ലാസുറനി പറഞ്ഞു. ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിൽ രോഗികളായ 1-ലധികം കുഞ്ഞുങ്ങളെയാണ് ഒരു കട്ടിലിൽ തന്നെ കിടത്തി ചികിത്സിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീൻകാർ 18,787 ഉയർന്നിട്ടുണ്ട്. ഇതുവരെ 113 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ഇന്നലെ ടെൽ അവീവിലെത്തി. അതേസമയം യുദ്ധം നീളും തോറും ഫലസ്തീൻകാർക്കിടയിൽ ഹമാസിനെ പിന്തുണ വർദ്ധിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ വോട്ടെടുപ്പിൽ 44% പേരും ഹമാസിനെ പിന്തുണച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് 12% മാത്രമായിരുന്നു. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തെ 4-3 പാലസ്തീനികളും ശരിവെക്കുന്നതായി സർവേ റിപ്പോർട്ട്. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഹമാസിനുള്ള പിന്തുണ ഗണ്യമായി വർദ്ധിച്ചതായും പാലസ്തീൻ സെന്റർ ഫോർ പോളിസി സർവേ ആൻഡ് റിസർച്ച് നടത്തിയ സർവേയിൽ പറയുന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ മിന്നലാക്രമണം ശരിയായ തീരുമാനമെന്നാണ് സർവേയിൽ പങ്കെടുത്ത 72% പേരും പ്രതികരിച്ചത്. എന്നാൽ 22% ആളുകൾ തെറ്റായ തീരുമാനമെന്നാണ് മറുപടി നൽകിയത്. ഒക്ടോബർ 7-ന് ശേഷം ഗസയിൽ ഹമാസിനുള്ള പിന്തുണ വർദ്ധിച്ചതായും പാലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ ഹമാസിനുള്ള പിന്തുണ 3 ഇരട്ടിയായി വർദ്ധിച്ചതായും സർവേയിൽ പറയുന്നു. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഹമാസ് വഹിക്കുന്ന പങ്കിൽ 72% പാലസ്തീനികളും സംതൃപ്തി പ്രകടിപ്പിച്ചു. 52% ഗസക്കാരും 85% വെസ്റ്റ് ബാങ്ക് പാലസ്തീനികളുമാണ് പ്രതികരിച്ചത്. പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പ്രവർത്തനങ്ങളിൽ 11% പാലസ്തീനികൾ മാത്രമാണ് സംതൃപ്തി രേഖപ്പെടുത്തിയത്. അബ്ബാസിന്റെ ജനപ്രീതി നാൾക്ക് നാൾ ഇടിയുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ കുടുംബത്തിലെ ഒരാൾ മരിക്കുകയോ ചുരുങ്ങിയത് ഒരാൾക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് സർവേയിൽ 64% പേരും പ്രതികരിച്ചത്. 1-2 ദിവസത്തേക്ക് മാത്രമുള്ള ഭക്ഷണവും കുടിവെള്ളവും മാത്രമാണ് കയ്യിലുള്ളതെന്ന് 44% ഗസക്കാരും പറയുന്നു. എന്നാൽ ബാക്കിയുള്ള 52%-ന് അതുപോലുമില്ല. യുദ്ധാനന്തരം ഗസയുടെ ഭരണം പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് US ശുപാർശ. ഹമാസിനെ ഒഴിവാക്കിയുള്ള ഗസ പദ്ധതികളെല്ലാം മിഥ്യയാണെന്ന് ഹമാസ് പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞു. അതിനിടെ വെസ്റ്റ് ബാങ്കിൽ പാലസ്തീൻകാർക്കെതിരായ അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായ കുടിയേറ്റക്കാരെ ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറോൺ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനും ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ പാലസ്തീൻകാർക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളാണ് തെക്കൻ ഇസ്രായേലിലെ ഹമാസ് കടന്നാക്രമണത്തിലേക്ക് നയിച്ചത്. അതേസമയം ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിനെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 3 മാസമായി ഇസ്രായേൽ കര സമുദ്ര വ്യോമാക്രമണം തുടരുകയും 18,500ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമായിരുന്നു സായുധ സംഘമായ ഹമാസിന്റെ 36ാം സ്ഥാപക ദിനം. ഇത് പാലസ്തീൻ ഗ്രൂപ്പിന്റെ അവസാന ജന്മദിനമായിരിക്കുമെന്നാണ് ഇസ്രായേൽ ആശംസിച്ചത്. 36 വർഷം മുമ്പ് ഈ ദിവസമാണ് ഹമാസ് സ്ഥാപിതമായത്. ഈ ജന്മദിനം അതിന്റെ അവസാനത്തേതായിരിക്കട്ടെ എന്ന് ഇസ്രായേൽ എക്സിൽ കുറിച്ചു. ഹമാസിനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ ജന്മദിന കേക്കിൽ മെഴുകുതിരികൾക്ക് പകരം റോക്കറ്റുകളാണ് ചിത്രീകരിക്കുന്നത്. ഗസയെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതേസമയം യുദ്ധക്കെടുതിയിൽ വലയുകയാണ് ഗസയിലെ ജനങ്ങൾ. ഭക്ഷ്യക്ഷാമം രൂക്ഷമാണ്. ഒരു ക്യാൻ ബീൻസിന് സാധാരണയേക്കാൾ 50 ഇരട്ടി പണം കൂടുതൽ നൽകേണ്ടി വരുന്നു. 3 മാസത്തെ നിരന്തരമായ ബോംബാക്രമണം ഗസയുടെ ദൈനംദിന ജീവിതത്തെ തളർത്തിയിരിക്കുകയാണ്. തെക്കൻ ഗസയിലെ ഈജിപ്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള റഫ പ്രദേശത്ത് പരിമിതമായ സഹായ വിതരണം നടക്കുന്നുണ്ടെന്ന് UN ഹ്യൂമാനിറ്റേറിയൻ ഓഫീസ് OCHA അറിയിച്ചു. വടക്കൻ ഗസയിലേക്ക് ഒരു സഹായവും ലഭിക്കുന്നില്ല. ഗസയിലെ 2.4 ദശലക്ഷം ജനങ്ങളിൽ 1.9 ദശലക്ഷം പേർ പലായനം ചെയ്യപ്പെട്ടതായി UN കണക്കാക്കുന്നു. അതിനിടെ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്ക് മേഖല 2 പതിറ്റാണ്ടിനിടെ കാണാത്ത വിധത്തിലുള്ള ആക്രമണങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. അതേസമയം ഗസയിലെ സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുവാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു. ഹമാസുമായുള്ള ഇസ്രായേലിന്റെ പോരാട്ടത്തിന് ഒരു കാലയളവ് ആവശ്യമാണ്. ഇത് മാസങ്ങളിലേറെ നീണ്ടു നിൽക്കും. പക്ഷേ ഞങ്ങൾ വിജയിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യും. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് സള്ളിവാൻ മുന്നറിയിപ്പ് നൽകി. വിജയം വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു.
അന്താരാഷ്ട്ര പിന്തുണയോടുകൂടിയോ അല്ലാതെയോ യുദ്ധം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എലി കോഹനും വ്യക്തമാക്കി. നന്ദി, നമസ്കാരം.